അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3247. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് കുസൃതി, കുട്ടികളുടെ കുസൃതികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സമീപിച്ച രീതിയെക്കുറിച്ചാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഹ്സനിൻ നാസി ഖുലുഖൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവം ഉള്ള ആളിൽപ്പെട്ടായിരുന്നു. ഫഅർസലനി യൗമൻ ലിഹാജത്തിൻ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാവശ്യത്തിന് വേണ്ടി എന്നെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു, അല്ലെങ്കിൽ പോകാൻ വേണ്ടി പറഞ്ഞു. ഫഖുൽതു വല്ലാഹി ലാ അദ്ഹബ്. അപ്പം ഞാൻ പറഞ്ഞു, വല്ലാഹി ഞാൻ പോകില്ല. കുട്ടിയാണ് അനസ് റളിയല്ലാഹു അൻഹു. ഞാൻ പോകൂല എന്ന് പറഞ്ഞു. വഫീ നഫ്സി അൻ അദ്ഹബ ലിമ അമറനി ബിഹി നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ എൻ്റെ മനസ്സിൽ ആ സമയത്ത് തന്നെ പോകുന്നുള്ളത്, കാരണം നബി തങ്ങൾ കൽപ്പിച്ചതല്ലേ, അപ്പോൾ പോകണം, ഞാൻ എന്തായാലും പോകും എന്നെൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ പോകില്ല എന്നാണ്. കുട്ടികളുടെ കുസൃതിയാണത്. ഫഖറജ്തു. അങ്ങനെ ഞാൻ പുറപ്പെട്ടു. പോകില്ലാന്ന് പറഞ്ഞെങ്കിലും ഞാൻ പോകാൻ വേണ്ടി പുറപ്പെട്ടു. ഹത്ത അബറ അലാ സുബിയാനിൻ വഹും യൽഅബൂന ഫി സൂഖി. അങ്ങനെ ഞാൻ അങ്ങാടിയിൽ ഇങ്ങനെ വഴിയിൽ പോകുന്ന സമയത്ത് അങ്ങാടിയിലെത്തിയപ്പോൾ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടികളുടെ അടുത്ത് കൂടെ ഞാൻ അങ്ങനെ പോവാണ്. അങ്ങാടിയിൽ അവിടെ കളിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് ഞാൻ എത്തി. അവിടെ ചെന്നപ്പോൾ കുട്ടികൾ കളിക്കുന്നത് കുറച്ചു നേരം നോക്കി നിൽക്കും. പൊതുവെ കുട്ടികളുടെ ഒരു സ്വഭാവമാണല്ലോ അത്. കുട്ടികൾ കളിക്കുന്നത് നോക്കി അവിടെ അങ്ങനെ. ഫഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖബല ബിഖഫായ മിൻ വറാഇ. ആ സമയത്തുണ്ട് റസൂലുള്ളാഹി തങ്ങൾ വന്നിട്ട് ബാക്ക് തൻ്റെ പെരടിയുടെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫനദർതു ഇലൈഹി. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കി, ബാക്കിലേക്ക്. ബഹുവ അല്ലാഹു നബി തങ്ങൾ ആ സമയത്ത് ചിരിക്കായിരുന്നു. കാരണം കുട്ടികൾ അവരുടെ കുസൃതിയാണ് ഇതൊക്കെ, അല്ലെങ്കിൽ അവർ ഈ വിഷയങ്ങളെ വല്ലാതെ ഗൗരവത്തോടെ കാണൂല്ലല്ലോ. അപ്പം നബി തങ്ങൾ ചിരിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ പേടിയിൽ ഇങ്ങനെ തമാശയൊക്കെ പിടിച്ചു. ഫഖാൽ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ ഉനൈസ്, കുഞ്ഞ് അനസേ, അദ്ഹബത ഹൈസു അമർത്തുക. ഞാൻ പറഞ്ഞിടത്തേക്ക് നീ പോയോ ചോദിച്ചു. ഞാനൊരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചതല്ലോ, അങ്ങോട്ട് പോയോ? കാല. അനസ് റളിയല്ലാഹു പറയാ, ഖുൽതു, ഞാൻ പറഞ്ഞു, നാം അനാദ്ഹബു യാ റസൂലുള്ളാഹ്. അതെ പോവാണ് നബി, അങ്ങോട്ട് പോവാണ് എന്ന് പറഞ്ഞ് ഞാൻ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു. ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പ്രവർത്തനത്തിൽ നമുക്ക് ബോധ്യപ്പെടും. കുട്ടികൾ, അവരുടെ കുസൃതികൾ, അതിനെ നമ്മൾ ദേഷ്യം പിടിച്ച് കൈകാര്യം ചെയ്യുന്നതിന് പകരം സൗമ്യമായി ചിരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്താൽ കുട്ടികൾക്കും അത് ഇഷ്ടപ്പെടും, അവരും നല്ല വഴിയിലേക്ക് വരും. ദേഷ്യം പിടിക്കുമ്പോൾ അവർക്കും ദേഷ്യം പിടിക്കും. അപ്പോൾ പരസ്പരം ഒരു അകൽച്ച അവിടെ ഫീൽ ചെയ്യും. അപ്പോൾ കുട്ടികളുടെ കുസൃതികളെ നമ്മൾ ആസ്വദിക്കുകയാണ് നല്ലത്. തെറ്റുകളിലേക്ക് അവർ വീഴാതിരിക്കാൻ കൺട്രോൾ ചെയ്യുകയും വേണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി. അല്ലാഹു തആല ആ രൂപത്തിൽ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.